ഹലോ ഫ്രണ്ട്സ്, ചെമ്മനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയെ ഗേറ്റിന് വെളിയിൽ തള്ളിവിട്ടിട്ടാണ് ചന്ദ്രമതി തിരികെ വരുന്നത്. ആ നേരം സച്ചിയോടും രേവതിയോടും പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലെ അവൾ മരിച്ചു, നിങ്ങളുടെ മനസ്സിലും എന്ന് പറഞ്ഞിട്ടാണ് കയറിപ്പോകുന്നത്. അങ്ങനെ ശ്രുതി പോകുന്നത് മീരയുടെ വീട്ടിലേക്കാണ്. ഇതൊന്നും താങ്ങാനാവാതെ നമ്മുടെ ശ്രുതി നിൽപ്പാണ്. അപ്പൊ നമ്മുടെ സച്ചി ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. സച്ചിയുടെ മടിയിൽ കിടന്ന് കരയാണ് കേട്ടോ ശ്രുതി. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി ശ്രുതിയുടെ റൂമിൽ പോയിട്ട് പറയും, മലേഷ്യക്കാരി, വലിയ കോടീശ്വരി, എന്തൊക്കെയായിരുന്നു അവള് പറഞ്ഞ നുണ, ഒന്നും അറിയാതെ നീ ഒരുപാട് അവളെ സ്നേഹിച്ചില്ല, നിന്റെ എല്ലാം ആയിരുന്നില്ലേ, എന്നിട്ടും അവള് ചതിച്ചു, എല്ലാവരെയും അവൾ വെട്ടിയാക്കി. ഇന്ന് നീ കരയുന്നതിന് കാരണം ഈ അമ്മയാടാ, അതിനമ്മ പരിഹാരം ചെയ്തേ പറ്റുള്ളൂ. നിനക്കമ്മ സുന്ദരിയായ സ്വത്തും സമ്പത്തുള്ള കള്ളത്തരം പറയാത്ത ഒരു പെണ്ണിനെ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും എന്ന് പറയുമ്പോൾ നമ്മളെ ശ്രുതി ആകാന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ ചന്ദ്രയെ. നീ കരയല്ലേ മോനെ, എന്റെ കരച്ചിൽ അമ്മയ്ക്ക് താങ്ങാവുന്നതിലപ്പുറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയും അവിടെ നിന്ന് കരയുവാണേ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ മീരയുടെ വീട്ടിലെത്തും. അവിടെ വെച്ച് മീര ചോദിക്കും, നീ കുറച്ച് നേരത്തെ സന്തോഷത്തോടെ എന്നെ വിളിച്ചതല്ലേ, ഇപ്പൊ എന്തിനാ ഇങ്ങനെ കരയുന്നേന്ന്? അപ്പൊ നമ്മുടെ ശ്രുതി പറയും, സച്ചിയും രേവതിയും കൂടെ ബീരാനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോ, എന്ത്, ബീരാനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നെന്നോ എന്ന് ചോദിക്കട്ടോ മീര. അതേ മീര എന്നും പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. നീ കോടീശ്വരി എല്ലാന്ന് പറഞ്ഞപ്പോഴേ നിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നിനക്കൊരു കുഞ്ഞുകൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ മുടിയൊക്കെ അഴിച്ച് വന്ന് നിൽക്കുവാണ്, അതും കൂടി അറിഞ്ഞാൽ നിന്റെ കഴുത്തിൽ തല ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കൂട്ടോ. നിനക്കെന്താ ഇത് കേട്ടിട്ട് തമാശ പോലെ തോന്നുന്നുണ്ടോ? ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല, അതുകൊണ്ട് എനിക്ക് വലിയ ഞെട്ടലൊന്നും ഇല്ല എന്ന് പറയട്ടെ മീര. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ ശൗര്യം അങ്ങ് ഉണരാണ്. എന്റെ കണ്ണീരൊപ്പാനെ എനിക്കറിയാം, മറ്റുള്ളവരുടെ കൈയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ആഗ്രഹിച്ച് നേടിയ ജീവിതം ഇത്, അത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ശ്രുതി ആ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ഞാനും ഉണ്ടാവും ശ്രുതിയുടെ കൂടെ. എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന് എന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരു അടിപൊളി ഭാഗമായിരുന്നു കേട്ടോ ഇന്നത്തേത്. ഇനി ശ്രുതി എങ്ങനെ തിരിച്ചു കയറുമെന്ന് നമുക്ക് നോക്കാം.